ഹലോ, അപ്പോൾ നമ്മുടെ വിഷു ആഘോഷം ഇവിടെ തുടങ്ങിയിരിക്കുന്നു ഗൈസ്. ഒരുപാട് വാങ്ങിക്കൂട്ടിയിട്ട് വന്നിട്ടുണ്ട്. കമ്പിത്തിരി കത്തുന്നതാണ് കേട്ടോ, അധികം കമ്പിത്തിരിയും നിലച്ചക്രവും പൂക്കുറ്റിയലും പൊട്ടുന്നതാകെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ആരംഭിച്ചിരിക്കുന്നു ഗൈസ് വെടിപൊട്ടിക്കാൻ. ഇത് അപ്പുറത്തെ വീട്ടിൽ വന്നിട്ടാണ് വീഡിയോ എടുത്തതാണ്. തീ കൊടുത്ത് കത്തൂലേ, അതിന് നീ ചവിട്ടി താഴെ നോക്ക്, നല്ല രസമുണ്ടോ നോക്ക്. ദച്ചുവിൻ്റെ കളിയിലും കണ്ട വിചാരിക്കും ഭയങ്കര ധൈര്യമാണ് കേട്ടോ, പക്ഷെ ഭയങ്കര പേടിയാണ് കേട്ടോ. തന്നെ എഴുതി പിടിച്ചങ്ങ് ചാടും, എന്നിട്ട് പോയി അകത്ത് കൂടും. അവിടുന്ന് വലിയ വലിയ വെടിയിലും പൊട്ടുമ്പോൾ പോയി അകത്ത് കൂടുതലാണ് മെയിൻ പരിപാടി. വേറൊരു കുഞ്ഞു കുട്ടി കത്തികളിനെ കാണാം. അങ്ങനെ നേരം പുലർന്നു. എല്ലാവർക്കും ഹാപ്പി വിഷു. ഞാൻ കണി വെച്ചതാണ് കേട്ടോ ഇത്. രാവിലെ എഴുന്നേറ്റ് കണി വെച്ച് അങ്ങനെ കണിയെല്ലാം വെച്ചിട്ട് പിള്ളേഴ്സിനെ വിളിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുമായിരുന്നു. ഞാൻ രാവിലെ എണീറ്റ് കുളിച്ച് അവരൊക്കെ വിളിക്കണ്ടേ കണി കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ കാണാം. ദച്ചു എണീച്ച് ഇരുന്ന്, മറ്റാൾ പിന്നെ ഇരുന്നിട്ടൊന്നുമില്ല കേട്ടോ കണി കാണാൻ വേണ്ടിയിട്ട്. ഫോട്ടോക്ക് നിന്നിട്ടില്ല, ഒന്നിനും നിന്നിട്ടില്ല. കണി കണ്ട ശേഷം എന്താ വിജുവാടിൻ്റെ വക ഒരു കോയ. പിന്നെ ഉച്ചക്കത്തെ സ്പെഷ്യൽ നമ്മൾ വെജിറ്റബിൾ ബിരിയാണിയും ചില്ലി ചിക്കനും ആയിരുന്നു. അപ്പോൾ വെജിറ്റബിൾ ബിരിയാണിൻ്റെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ ചിക്കൻ പൊരിച്ചും വെച്ചിട്ടുണ്ട്. കുക്കറിൽ അരി ഇട്ടിട്ട് അതും ആവുന്നുണ്ട്, ബാക്കി ചിക്കൻ പൊരിക്കുന്നുണ്ട്. അങ്ങനെ അതുമായി സേമിയ പായസമെന്ന് വെച്ച് സേമിയ പായസവും കുടിച്ച് ഫസ്റ്റ് പായസം കുടിക്കും നമ്മൾ ആക്കിയിട്ട്. അങ്ങനെ അതും കഴിഞ്ഞ് ഫുഡും കഴിച്ചിട്ട് നമ്മൾ നേരെ എവിടെ പോകുന്നു? ആൻറ്റീൻ്റെ വീട്ടിൽ പോകുന്നു. ഞാനും അമ്മയും ചെറുതും എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇന്ന് അവിടെയാണ് താമസിക്കുന്നത്. അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ ആൻറ്റീൻ്റെ വീട്ടിലെത്തി കേട്ടോ. എല്ലാവരും ഉണ്ട്, കുറേ ആളുണ്ട്. മഴവില്ല്, നമ്മളെ മഴവില്ല്
അമ്മമ്മയാണിത് നമ്മുടെ അമ്മമ്മ. അങ്ങനെ ഇവർ ഫുഡ് പരിപാടി നോക്കണം. ബിരിയാണി ആക്കാൻ വേണ്ടി ആക്കി അതൊന്ന് മിക്സ് ആക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് അവർ. തയ്യാറെടുപ്പ് ചന്ദ്രച്ച് വിദ്യാർത്ഥി അതിനെ മൂടിയുണ്ട് പിന്നെ ഫുഡെല്ലാം കഴിച്ച് പിന്നെ ചെറിയൊരു പരിപാടി നമ്മൾ മാമനും ഞാനും ആൻറ്റിൻ്റെ മോളാണ് ആദ്യം ഇരിക്കുന്നത്. നമ്മൾ മൂന്നാളും ഒപ്പരുണ്ടെങ്കിൽ നമുക്കുള്ള മെയിൻ പരിപാടിയാണ്. പേനുണ്ടായിട്ടൊന്നല്ലേ, ചുമ്മാ ഒന്ന് മസാജ് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അതെല്ലാം കഴിഞ്ഞ് രാത്രിയായി. നമ്മൾ ഫുഡും കഴിച്ച് നേരെ പോയിരുന്നിങ്ങനെ പെട്ടെന്ന് തീരുമാനിച്ചതായിരുന്നു വാഴ കാണാൻ വേണ്ടിയിട്ട്, വാഴ 2 കാണാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ 4 ആളേ ഉള്ളൂ കേട്ടോ, ഞാനും മാമിയും 2 അനിയന്മാരും. നമ്മൾ നേരെ വിട്ടു പിള്ളേഴ്സിനെല്ലാം ഉറക്കി കിടത്തിയിട്ട് വാഴ 2 കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ഇവിടെ എത്തിയിരിക്കും കളിപ്പറമ്പിൽ ക്ലാസിക്കിൽ. അവൻ ടിക്കറ്റൊക്കെ എടുത്ത് വാഴ 2 കാണാൻ ഒരു പോപ്കോണും വാങ്ങി. ഇവിടുത്തെ ഈ പരിസരങ്ങളൊന്ന് ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇന്നലെ നമ്മൾ സിനിമക്ക് പോയിട്ട് വൈകിന് വരാൻ വേണ്ടിയിട്ട് ചാമ്പ കാണിച്ചാണ്. പാപ്പൻ ചാമ്പൊക്കെ പറിക്കുന്നുണ്ട്. എന്താ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സിനിമക്ക് പോയിട്ട് പിന്നെ വന്നിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഞാൻ കിടന്നുറങ്ങി. അടിപൊളി സിനിമയായിരുന്നു കേട്ടോ വാഴ 2. സൂപ്പർ സിനിമയായിരുന്നു. അത് കണ്ടു തന്നെ അറിയണം. അടിപൊളി സിനിമയാണ് എന്തായാലും. ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഞാൻ സിനിമ കാണാൻ പോയത്. അപ്പോൾ ഒരുപാട് ചിരിച്ച് ലാസ്റ്റ് കരയുകയും ചെയ്തു. അപ്പം എങ്ങനെയുണ്ട് സ്ഥലം? സൂപ്പറല്ലേ. ഒരുപാട് കവുങ്ങുന്തോട്ടവും വാഴത്തോപ്പും എല്ലാമുള്ള ഒരു സ്ഥലം. നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ പോകും കേട്ടോ. ചുമ്മാ ഒന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഏതായാലും ഇവിടെ വന്നതല്ലേ. വെള്ളക്കൊന്ന കണ്ടോ നിങ്ങൾ? എന്താ വെള്ളക്കൊന്ന, ഇതാണ് വെള്ളക്കൊന്ന. ചാക്കം കൊണ്ട് വെക്കുന്നുണ്ടോ? മഴവിൽ അമ്മമ്മ. വൃത്തിയൊന്നുമില്ല. അപ്പൊ നമ്മള് ഇവിടുന്ന് മടക്കം ആയിട്ടാ വീട്ടിലേക്ക് പോകുന്നു. എല്ലാരെയും കാറിൽ എട്ടിയിട്ടിട്ടുണ്ട്. അങ്ങനെ മഴവില് അതിൻ്റെ പുറത്തുണ്ട്. ടാറ്റ പറഞ്ഞ് യാത്രയായി ഗൈസ്, യാത്രയായി. അങ്ങനെ നമ്മളിവിടെ ഇറക്കിയിട്ട് അവരും പൊക്കായിട്ടാ. കാറുകൊണ്ടുണ്ട് ബസ് കയറാതെ നിർത്തി. ലച്ചുവിൻ്റെ വക ടാറ്റ പറച്ചത്. അങ്ങനെ അവരും പോയി ഗൈസ്. അപ്പം ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.